Cambridge English 365 days. Cambridge materials ഉപയോഗിച്ച് പ്രൂഫോട് കൂടി വളരെ എളുപ്പത്തിൽ നമുക്ക് ഇംഗ്ലീഷ് മനസ്സിലാക്കാം. 5 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് പാസ്റ്റ് പെർഫെക്റ്റിനെ കുറിച്ചാണ്. നമുക്ക് ഏറ്റവും ആദ്യം ഈ സെന്റൻസ് വായിക്കാം. Had you made ice cream for Tom before he came to your house? ഇതൊരു പാസ്റ്റ് പെർഫെക്റ്റ് സെന്റൻസ് ആണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പാസ്റ്റ് സംഭവത്തിന് മുൻപ് നടന്ന ഒരു പാസ്റ്റ് സംഭവത്തെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത്. ഈ സെന്റൻസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ടോം നിന്റെ വീട്ടിൽ വന്നതിന് മുൻപ്, അതാണ് ഒരു പാസ്റ്റ് കാര്യം. ഇനി അതിനു മുൻപ് നടന്ന കാര്യത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്. ആ സംഭവം നടന്നതിന് മുൻപേ നീ ടോമിന് വേണ്ടി ഐസ്ക്രീം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് നടന്ന കാര്യം എന്താണ്? ഐസ്ക്രീം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നോ, ആ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നോ എന്നാണ് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുന്നത്. ഇപ്പൊ പാസ്റ്റിന് മുമ്പത്തെ പാസ്റ്റ് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നതെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. Had you made ice cream for Tom before he came to your house? ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സെന്റൻസിൽ ഉപയോഗിച്ചിരിക്കുന്നത് വെർബിന്റെ ഏത് ഫോമുകളാണ് എന്നുള്ളതാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഹാഡ് എന്ന ഓക്സിലറി വെർബിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്നത് വെർബിന്റെ തേർഡ് ഫോം ആണ്. ഹാഡ് യു മെയ്ഡ് ഐസ്ക്രീം, മേക്ക്, മെയ്ഡ്, മെയ്ഡ്, തേർഡ് ഫോം ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ബിഫോർ ഹി കെയിം ടു യുവർ ഹൗസ്, അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വെർബിന്റെ സെക്കൻഡ് ഫോം ആണ്. കം എന്നതിന്റെ സെക്കൻഡ് ഫോം ആണ് കെയിം. അപ്പോൾ ഈ ഒരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ വെർബിന്റെ സെക്കൻഡ് ഫോമും തേർഡ് ഫോമും നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട്. പക്ഷേ പാസ്റ്റ് പെർഫെക്റ്റ് എന്നത് ഏറ്റവും ഫസ്റ്റ് ഉപയോഗിച്ചിരിക്കുന്ന ആ സെക്ഷൻ ആണ്. ഹാഡ് യു മെയ്ഡ് ഐസ്ക്രീം, അതാണ് പാസ്റ്റ് പെർഫെക്റ്റ്. അതിനുശേഷം നമ്മൾ കാണുന്നത് വെന്നും പാസ്റ്റ് സിമ്പിളും ഉപയോഗിച്ചിട്ടുള്ള ഒരു രീതിയാണ്. നമ്മൾ കുറെ സെന്റൻസുകൾ ഇതുപോലെ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്കിത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് കുറെ സെന്റൻസുകൾ പരിചയപ്പെടാം. Had your mother made tea for you before you reached home? Had your mother made tea for you before you reached home? നീ വീട്ടിൽ എത്തിയതിന് മുൻപേ നിനക്ക് വേണ്ടി നിന്റെ അമ്മ ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നോ എന്നാണ് ഈ ഒരു സെന്റൻസിന്റെ അർത്ഥം. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ സബ്ജക്റ്റ് മാറിയിട്ടുണ്ട്, യുവർ മദർ. പക്ഷേ ഓക്സിലറി വെർബ് ഹാഡിന് ഒരു മാറ്റവും ഇല്ല. അപ്പോൾ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും നമ്മളോട് ഉപയോഗിക്കേണ്ട ഓക്സിലറി വെർബ് ഹാഡ് തന്നെയാണ്. ഹാഡിന് പകരം വേറെ ഒന്നും ഉപയോഗിക്കാൻ സാധിക്കില്ല. ഈ ഒരു പാറ്റേൺ നമ്മുടെ മനസ്സിൽ പതിയണമെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ ഈ പറയുന്ന പോലെ ഉറക്കെ പറയണം. Had your mother made tea for you before you reached home? Had your mother made tea for you before you reached home? ഇങ്ങനെ പറയാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി ഉറക്കെ ഉറക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. Had they played cricket before you called them? Had they played cricket before you called them? നീ അവരെ വിളിച്ചതിന് മുൻപേ അവർ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ടായിരുന്നോ? Had they played cricket before you called them? ഇതുവരെ നമ്മൾ കണ്ടത് പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇനി നമുക്ക് പോസിറ്റീവ് സെന്റൻസും അതുപോലെ തന്നെ നെഗറ്റീവ് സെന്റൻസും എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് മനസ്സിലാക്കാം. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ they had played cricket, അവർ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനു മുൻപ്? they had played cricket before I called them, ഞാൻ അവരെ വിളിച്ചതിന് മുൻപേ അവര് ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ഈ സെന്റൻസിന്റെ അർത്ഥം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം, ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, യെസ് ആൻസർ ആയിക്കോട്ടെ, നോ ആൻസർ ആയിക്കോട്ടെ, നമ്മൾ ഉപയോഗിക്കുന്നത് വെർബിന്റെ തേർഡ് ഫോം ആണ്. ഹാഡ് എന്ന ഓക്സിലറി വെർബിന് ശേഷം നമ്മൾ ഉപയോഗിക്കേണ്ടത് വെർബിന്റെ തേർഡ് ഫോം ആണ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം എന്നാണ് വെർബിന്റെ തേർഡ് ഫോമിനെ വിളിക്കുക. They had played cricket before I called them. സാധാരണയായി സ്പോക്കൺ ഇംഗ്ലീഷിൽ കോൺട്രാക്റ്റഡ് ഫോം ആണ് ഉപയോഗിക്കുക. അപ്പോൾ they had എന്ന് ഉപയോഗിക്കാതെ they'd, അങ്ങനെ കോൺട്രാക്റ്റഡ് ഫോം ഉപയോഗിക്കണം. They'd played cricket before I called them. They'd played cricket before I called them. 2-3 തവണ ഇങ്ങനെ ഉറക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നെഗറ്റീവ് ഫോംസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. സ്ക്രീനിൽ കാണാവുന്നത് പോലെ they hadn't played cricket before I called them. ഞാൻ അവരെ വിളിച്ചതിന് മുൻപേ അവർ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് ഈ സെന്റൻസിന്റെ അർത്ഥം. They hadn't played cricket before I called them. They hadn't played cricket before I called them.
ഇവിടെയും നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് വെർബിന്റെ തേർഡ് ഫോം തന്നെയാണ്. ക്വസ്റ്റ്യനും യെസ് ആൻസറും നോ ആൻസറും ഒരു തവണയും കൂടി നമുക്ക് പരിചയപ്പെടാം. Had they played cricket before you called them? Had they played cricket before you called them? They'd played cricket before I called them. They'd played cricket before I called them. They hadn't played cricket before I called them. They hadn't played cricket before I called them. ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള അവസരം നമുക്ക് ലഭിച്ചാൽ മാത്രമേ നല്ലൊരു വ്യത്യാസം നമുക്ക് പെട്ടെന്ന് ലഭിക്കുകയുള്ളൂ. അതിനുവേണ്ടി നിങ്ങൾ ഓൺലൈൻ ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യേണ്ടതാണ്. ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് വേണ്ടി റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസും നമ്മൾ നൽകുന്നുണ്ട്. ഓൺലൈൻ ലൈവ് ക്ലാസ്സുകളുടെ ക്വാളിറ്റി മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു ഫ്രീ ക്ലാസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ നമ്പറിൽ നിങ്ങൾ വിളിക്കേണ്ടതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.